ഞാനും കിഷോറും മീൻ മാർക്കറ്റിൽ അവനെ തേടി നടന്നു. തിരച്ചിലിനൊടുവിൽ അവനെ കണ്ടു കിട്ടി. ഡാ, എൻ്റെ വിളിയിൽ അവൻ എന്നെ കണ്ടതും തിരിഞ്ഞോടാൻ തുടങ്ങി. ഞാൻ മുണ്ട് മടക്കി ഉടുത്ത് അവന് പുറകെ വെച്ചു പിടിച്ചു. കുറേ ഓട്ടത്തിനു ശേഷം അവൻ എൻ്റെ കൈകളിൽ തന്നെ പെട്ടു. അവൻ്റെ വയറിൽ എൻ്റെ മുട്ടുകാല് വെച്ച് ഇടിച്ചു. മുഷ്ടി ചുരുട്ടി അവൻ്റെ മൂക്കിൽ 2-3 അറഞ്ചം പുറഞ്ചമായി കൊടുത്തു. അവനെ നിലത്തേക്കിട്ട് അവൻ്റെ വലതുകാല് തിരിച്ചൊടിച്ചു. അപ്പോഴേക്കും കിഷോർ വന്നെന്നെ തടഞ്ഞു. പൊന്നു മോനെ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കൃത്യമായി കിട്ടണം. ഇല്ലെങ്കിൽ പിന്നെ നീ എഴുന്നേറ്റ് നടക്കാത്ത വിധത്തിൽ ഞാനാക്കും. അത്രയും പറഞ്ഞ് കിഷോറിനെയും കൂട്ടി ബുള്ളറ്റ് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 8 മാസങ്ങൾക്ക് മുൻപാണ് ഈ മോന് എൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ മോൻ്റെ ഓപ്പറേഷന് വേണ്ടി പൈസ വന്ന് ചോദിച്ചത്. മോൻ്റെ കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ എന്തോ സഹതാപം തോന്നി. ആ കുഞ്ഞിൻ്റെ ചികിത്സയുടെ പേപ്പറൊക്കെ കണ്ടപ്പോൾ കൊടുത്തതാ. പറഞ്ഞ സമയത്തിനുള്ളിൽ പൈസ തിരിച്ചു തരുമെന്ന് ഉറപ്പിൽ. എന്നാൽ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ പൈസ അവൻ കൂട്ടുകാരുടെ കൂടെ ചൂത് കളിച്ച് നശിപ്പിച്ച കാര്യം. അവനെ തിരക്കി അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചെലവിന് പോലും അവൻ അവർക്ക് ക്യാഷ് കൊടുക്കാറില്ലെന്നറിഞ്ഞത്. മോൻ്റെ ഓപ്പറേഷൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പല വീടുകളും അടുക്കള പണിക്ക് പോയാണ് അവൻ്റെ ഭാര്യ ജീവിക്കുന്നത്. അപ്പോഴെൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ ആ സ്ത്രീക്ക് കൊടുത്തു. ആദ്യം വാങ്ങാൻ വിസമ്മതിച്ചെങ്കിലും കടമായിട്ട് വിചാരിച്ചാൽ മതി, എന്നെങ്കിലും കാണുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ കുറേയായി ഞാൻ അവനെ തപ്പി നടക്കുകയായിരുന്നു. ഇന്നാണൊന്ന് കയ്യിൽ കിട്ടിയത്. എന്തായാലും ഞാൻ വേണ്ടുവോളം കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടിയിലെങ്കിലും അവൻ നന്നായാൽ മതിയായിരുന്നു. കിഷോറിനെ അവൻ്റെ വീട്ടിലേക്കാക്കി ഞാൻ തറവാട്ടിലേക്ക് വെച്ചു പിടിച്ചു. അപ്പോഴാണ് ഒന്നും കഴിച്ചില്ലെന്ന് ഓർമ്മ വന്നത്. അവളോടാണെങ്കിൽ കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു പോയി. കോളിംഗ് ബെല്ലടിക്കുന്നതിന് മുൻപേ തന്നെ അവൾ വാതിൽ തുറന്നു. എന്നെ ആശ്ചര്യത്തോടെ ഉള്ള നോട്ടം കണ്ടതും അത് ഞാൻ വണ്ടിയുടെ ശബ്ദം കേട്ടിരുന്നു. അതാ. റൂമിനുള്ളിലേക്ക് സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ അവളുടെ ചോദ്യം വന്നു. അതെ, കഴിച്ചോ? ഞാൻ നടത്ത നിർത്തി അവളെ തിരിഞ്ഞു നോക്കി. ഇല്ല, നീ കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ദേഹം കഴുകിയിട്ട് വരാം, അപ്പോഴേക്കും എല്ലാം എടുത്തു വെച്ചേക്ക്. അവൾ വേഗം തന്നെ എന്നെ നോക്കി അടുക്കളയിലേക്ക് തിരിഞ്ഞു. മുത്തശ്ശിക്ക് നടുവിന് വയ്യാത്തത് കൊണ്ട് രാത്രിയിലേക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. രാവണൻ കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞെങ്കിലും എന്തുകൊണ്ടോ അദ്ദേഹം കഴിക്കാതെയാണ് വരുന്നതെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ഉണ്ടാക്കി വെച്ചത് നന്നായി. രാവണൻ വന്നതും എല്ലാം വിളമ്പി കൊടുത്തു. എന്നോടും കൂടി ഇരിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചതും ഞാനും ഇരുന്നു. പതിവ് പോലെ കൈ കഴുകി എൻ്റെ ഷാളിൽ മുഖം തുടച്ചു. ആദ്യമുണ്ടായ അമ്പരപ്പൊന്നും ഇപ്പോഴില്ല. കാരണം ഇതങ്ങോട്ട് എനിക്ക് ശീലമാകുമെന്ന് മനസ്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മുറിയിലേക്ക് ചൂടുവെള്ളം നിറച്ച ജഗ്ഗും ഗ്ലാസും കൊണ്ടുവന്നതും ഇന്നാളുടെ കയ്യിൽ സിഗരറ്റില്ല, പകരം മദ്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുക. എന്തോ ഇങ്ങേര് സ്വയം നശിക്കാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. മുത്തശ്ശി പുന്നാര കൊച്ചുമോൻ്റെ ദുശീലമൊന്നും അറിയില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ജഗ്ഗും ഗ്ലാസും യഥാസ്ഥാനത്ത് വെച്ച് ഞാൻ രാവണൻ്റെ അടുത്തേക്ക് നടന്നു. അതെ, ഞാൻ വിളിച്ചിട്ടും അങ്ങേരൻ്റെ വിളി കേൾക്കാതെ വീണ്ടും കുടിയിലേക്ക് ശ്രദ്ധ നട്ടിരുന്നു. അതെ, എന്തൊടി പൊന്ന മോളെ, കുറേയായി അവളെ ഒരു അതേ അതേ വിളി. എനിക്കൊരു പേരുണ്ട്, അത് വിളിക്കാൻ നിന്റെ നാവിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡി ഉണ്ടോന്ന്? ഇല്ല, വിറച്ച് ഞാനത് പറഞ്ഞത്. കലിപ്പിൽ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എൻ്റെ നേരെയുള്ള ചീത്തവിളി കേട്ടപ്പോൾ തന്നെ ഞാൻ നിന്ന നിൽപ്പ് പേടിച്ച് 2 കൈ കൊണ്ടും ചെവി പൊത്തി. ഫുഡ് കഴിച്ച് റൂമിൽ കയറിയപ്പോൾ എന്തോ ചെറുതായിട്ട് കുടിക്കാൻ തോന്നി. 2ാമത്തെ ഗ്ലാസ് കൂടി വലിച്ചു കയറ്റുമ്പോഴാണ് ഗൗരി വന്നത്. അവളുടെ നിൽപ്പ് കണ്ടാലേ അറിയാം പെണ്ണിൻ്റെ ഈ ദുശീലമൊക്കെ കണ്ട് ഇന്നലത്തെ പോലെ ഞെട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ അവൾ എന്നോടെന്തോ പറയാനായിട്ട് എൻ്റെ പേര് വിളിക്കാതെ അതേ അതേ എന്ന് വിളിക്കുന്നത് കേട്ടതൊന്നും ശരിക്കും ദേഷ്യം എവിടുന്നൊക്കെയോ കയറി വന്നു. ആ ദേഷ്യത്തിൻ്റെയും കള്ളിൻ്റെയും പുറത്ത് അപ്പോഴത്തെ അവസ്ഥയിൽ അവളോട് കയറി ചൂടായി. പിന്നെ അങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാ അവളുടെ അതേ വിളി. എൻ്റെ അപ്പോഴത്തെ അലർച്ചയിൽ അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഡി, ഞാൻ കുറച്ച് മയത്തിൽ അവളെ വിളിച്ചതും അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. ഡി പുല്ലേ. എൻ്റെ വിളിയുടെ രീതി മാറിയത് കൊണ്ടാവും പെണ്ണ് പേടിച്ച് മൂളിയത്. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ മൂളുന്നത് എനിക്കിഷ്ടമല്ലാത്ത പ്രവൃത്തിയാ. അതുപോലെ ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ, അപ്പോൾ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല. ഞാൻ അത്രയും പറഞ്ഞിട്ടും അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. അതുകൂടി കണ്ടതു കലിപ്പ് എവിടുന്നൊക്കെയോ കയറി വന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവളുടെ കൈ പിടിച്ച് വലിച്ചെൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം ഞാൻ താടിത്തുമ്പിൽ പിടിച്ചെൻ്റെ നേരെ ഉയർത്തി. അവളുടെ ഇരുമിഴികളും പേടിയോടെ ഇറുകെ അടച്ചു പിടിച്ചിരിക്കുവാണ്. എൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഗൗരി,
ഗൗരി, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കണ്ണു തുറക്ക്. ഞാൻ ചെറിയ ഭീഷണി സ്വരത്തിൽ അവളോട് പറഞ്ഞതും പെണ്ണടച്ച മിഴികൾ പതുക്കെ ചിമ്മി തുറന്നു. അവളുടെ പേടമാൻ കണ്ണുകളും നെറ്റിയിൽ നിന്ന് കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന വിയർപ്പു തുള്ളികളും വിറയ്ക്കുന്ന ചുണ്ടുകളിലുമെല്ലാം എൻ്റെ കണ്ണുകൾ ഓടി നടന്നു. കവിളിൽ ഒരു ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് എനിക്കും ശരിക്കും ബോധം വന്നത്. കാരണം അത്രയും നേരം ഞാൻ രാവണനെ കാന്തിക വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ വേഗം തന്നെ മനസ്സിലാക്കി. അടുത്ത കവിളിലും അതേ ചൂട് അനുഭവപ്പെട്ടു. രാവണൻ്റെ മീശ കവിളുകൾ കൊള്ളുമ്പോൾ എന്തോ ഒരു തരിപ്പ് കവിളിൽ നിന്ന് നെറ്റി തടത്തിലേക്ക് ആ ചൂട് ചേക്കേറി. കവിളിലൂടെയും നെറ്റിയിലൂടെയും ആ ചൂട് രാവണനെ ചുംബനങ്ങളാണെന്ന് വൈകാതെ തന്നെ എനിക്ക് ബോധ്യമായി. ശരീരം മുഴുവൻ വിയർപ്പിൽ കുതിർന്നു. ശ്വാസഗതി വർദ്ധിക്കാൻ തുടങ്ങി. കുതറി മാറണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ എൻ്റെ കൈക്കാവുന്നില്ല. രാവണൻ്റെ കണ്ണുകളും ചുണ്ടുകളും തൻ്റെ അതിരത്തിലേക്കാണെന്ന് മനസ്സിലായതും എൻ്റെ ഹൃദയം വെപ്രാളം പൂണ്ടു. അതെ, വിറക്കുന്ന ചുണ്ടുകളാൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചതും എന്തോ ബോധം വന്നതുപോലെ എന്നെ കുറച്ചു നേരം നോക്കിയിട്ട് പെട്ടെന്ന് ആ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി. ഡി, നിനക്കെൻ്റെ പേരറിയാമോ? ഇങ്ങനൊരു ചോദ്യം ഞാൻ രാവണനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആദ്യം ഒരു ഞെട്ടൽ ഉളവാക്കിയെങ്കിലും രാവണൻ ചോദിച്ചെന്നൊരു മറുപടിയായി ഒന്ന് മൂളി. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങനെ മൂളുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ആ, അറിയാം. ആണോ? എന്നാ അതൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. മഹാദേവൻ. നിന്റെ വീട്ടുകാർ മൂത്തവരെ പേര് വിളിക്കണമെന്നാണോ പഠിപ്പിച്ചിട്ടുള്ളത്? അല്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങി. അതിന് കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിന്നോട്. എന്താ, ഞാൻ വല്ലതും പറഞ്ഞോടി? ഇല്ല. കണ്ണുനീരിനിടെ ഒരു കൈയാൽ തുടച്ചു മാറ്റി മൂക്കൊലിപ്പിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു. ദേഷ്യത്താൽ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴൊക്കെയും എൻ്റെ നിൽപ്പ് ആ നെഞ്ചിലായിരുന്നു. ഇനി മുതൽ നിന്റെ നാവിൽ നിന്ന് അതേ എന്നുള്ള വിളിയൊന്നും വരരുത്, കേട്ടല്ലോ? ഞാനതിന് മറുപടിയായി വീണ്ടും മൂളിയതും രാവണൻ ദേഷ്യത്തോടെ ഇരുപുരികങ്ങളും വളച്ചെന്നെ കൂർപ്പിച്ചു നോക്കി. അത് സോറി, ഇനി അങ്ങനെ ഞാൻ വിളിക്കില്ല. ഇനി അങ്ങനെ വിളിച്ചു നോക്ക്, അപ്പോൾ അതിനുള്ള സമ്മാനം ഞാൻ നിനക്ക് തരാം. എന്നെ നോക്കി കണ്ണുരുട്ടി കൊണ്ടുള്ള ആ പറച്ചിൽ ഞാൻ ശരിക്കും ഭയപ്പെട്ടു. എങ്കിൽ നീ പോയി കിടന്നു. അത് കേട്ടതും ഞാൻ രാവണിൽ നിന്ന് മാറാൻ നോക്കിയെങ്കിലും കൈ ഇപ്പോഴും എൻ്റെ അരയിലാണ്. ഞാൻ ദയനീയമായി നോട്ടം രാവണിലേക്ക് പതിപ്പിച്ചെങ്കിലും ആ ചുണ്ടുകളിൽ കുറുമ്പ് നിറഞ്ഞ ചിരിയും സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ആ നെഞ്ചിൽ നിന്ന് തന്നെ അടർത്തി മാറ്റി പിന്തിരിഞ്ഞു പോകാൻ നിന്ന രാവണൻ എന്തോ ഓർത്ത പോലെ തിരിച്ചു വന്ന് എൻ്റെ നേരെ നോക്കി സംസാരിച്ചു തുടങ്ങി. അല്ല, നീ വന്നു കയറിയപ്പോൾ എന്നോടെന്തോ ചോദിക്കാൻ വന്നായിരുന്നല്ലോ, എന്തായിരുന്നു അത്? അത് ഞാൻ ചോദിച്ചാൽ ദേഷ്യപ്പെടുവോ? ആദ്യം നീ ചോദിക്ക്, എന്നിട്ട് തീരുമാനിക്കാം ദേഷ്യപ്പെടണോ ഇല്ലയോ എന്ന്. മുണ്ടൊന്നുകൂടെ മടക്കി ഉടുത്തുകൊണ്ടുള്ള ആ പറച്ചിൽ കേട്ടതും പറയാനിരുന്ന കാര്യം ഞാൻ അപ്പോൾ തന്നെ വിഴുങ്ങി. അത് ഒന്നുമില്ല, ഞാൻ ചുമ്മാ വെറുതെ വിളിച്ചതാ. മര്യാദയ്ക്ക് പറയാനെന്ന കാര്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നീ ഇന്ന് ഉറങ്ങൂല. നെഞ്ചുവിരിച്ച് എൻ്റെ അരികിലേക്ക് വന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പേടിയോടെ കണ്ണുറുക്കി അടച്ചു പറയാൻ തുടങ്ങി. സിഗരറ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതും കണ്ടപ്പോൾ ചോദിക്കാൻ വന്നതാ, എന്നെ വഴക്ക് പറയില്ലേ? പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന രാവണനെ കണ്ടതും ഞാൻ ശരിക്കും ഞെട്ടി. ഇതെന്താ ചിരിക്കുന്നേ? ഞാനങ്ങനെ വലിയ കുടിയനോ വലിക്കുന്നയാളോ ഒന്നുമല്ല. ഇതൊക്കെ ഇടക്ക് മാത്രം. നിനക്കിഷ്ടമല്ലെങ്കിൽ ഇനി മുതൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്തോ വലിയ കാര്യം പറഞ്ഞ പോലെ കുറച്ച് ഗൗരവത്തിൽ എന്നോട് പറഞ്ഞതും ഞാൻ വായും പൊളിച്ച് എന്ന രീതിയിൽ നോക്കി. പിന്നെ രാവണൻ കുപ്പിയൊക്കെ അലമാരയിൽ വെച്ച് കട്ടിലേക്ക് കയറി കിടന്നു. ഞാൻ പിന്നെ ലൈറ്റ് ഓഫാക്കി രാവണൻ്റെ എതിർവശത്ത് കിടക്കാൻ പോയതും രാവണൻ കിടന്ന കിടപ്പിൽ തലപൊക്കി എന്നെ നോക്കിയിട്ട്, ഞാൻ കുടിക്കുന്നതും വലിക്കുന്ന കാര്യമൊന്നും മുത്തശ്ശിക്കറിയില്ല. നീയായിട്ട് മുത്തശ്ശിയോട് പറഞ്ഞേക്കരുത്. മുത്തശ്ശി അറിഞ്ഞെന്ന് വല്ലതും ഞാൻ അറിഞ്ഞാൽ. ആദ്യം കുറച്ച് മയത്തിൽ പറഞ്ഞ കാര്യം അവസാനം ഭീഷണി സ്വരത്തിലായതും ഞാൻ പേടിയോടെ ആരോടും പറയില്ലെന്ന രീതിയിൽ എൻ്റെ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു. ഇയാൾ രാവണൻ തന്നെ രാക്ഷസ രാവണൻ. ഈ മുതലിനെയൊക്കെ എങ്ങനെ ആ പാവമുത്തശ്ശി ഇത്രയും കാലം സഹിച്ചോ എന്തോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നത്തെയും പോലെ രാവണനെ നെഞ്ചിൽ തന്നെയായിരുന്നു എൻ്റെ കിടപ്പ്. ഞാനിങ്ങനെ കറക്റ്റായിട്ട് രാവണൻ്റെ മേലെ സ്ഥാനം പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമായിരുന്നു. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഞാനും രാവണനും എൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കാം എന്തോ ഒരു സന്തോഷം എന്നെ വന്നു മൂടി. 2 ദിവസം അവിടെ നിന്നിട്ട് വരണമെന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേടി രാവണൻ സമ്മതിക്കുമോ എന്നാണ്. ഇങ്ങേരുടെ സ്വഭാവം വെച്ച്
നിന്ന നിൽപ്പിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. രാവണൻ ഇടയ്ക്കിടയ്ക്ക് മുമ്പിലത്തെ കണ്ണാടിയിലൂടെ എന്നെ നോക്കുന്നുണ്ട്. ഞാനൊന്നും കാണുന്നുണ്ടെങ്കിലും കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധ പതിപ്പിച്ചില്ല. അതിൻ്റെ ദേഷ്യത്തിലായിരിക്കണം റോഡിലുള്ള കുഴിയിലൊക്കെ കൊണ്ട് ചാടിക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ അച്ഛനും അമ്മയ്ക്കും അപ്പൂസിനു വേണ്ടി സ്വീറ്റ്സും ഡ്രസ്സും ബാറ്റും ബോളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് രാവണൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ക്യാഷ് മുടക്കുന്ന കാര്യത്തിലാണ്. വീട്ടിലെത്തിയതും ഞങ്ങൾ വന്നതറിഞ്ഞ അച്ഛനും അമ്മയും വേഗം അകത്തുനിന്ന് ഞങ്ങൾക്കടുത്തേക്ക് ഇറങ്ങി വന്നു. അവരെ കണ്ട് സന്തോഷത്തിൽ ഞാൻ ഓടി അവരെ ഇരുവരെയും കെട്ടിപ്പിടിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അച്ഛൻ എൻ്റെ പുറകെ കവറുകളെല്ലാം എടുത്തുകൊണ്ട് നിൽക്കുന്ന രാവണനെ അകത്തേക്ക് ക്ഷണിച്ചു. ആ സമയമൊന്നും ഞാൻ രാവണനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അകത്തു കയറി ഞാൻ എൻ്റെ കണ്ണുകൾ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. നീ ഇതെന്തുവായി നോക്കുന്നേ? അമ്മേ, അപ്പൂസ് എവിടെ? അവനെ കണ്ടില്ലല്ലോ. ഞാൻ വരുന്ന കാര്യം അവൻ അറിഞ്ഞില്ലേ? അവൻ ട്യൂഷന് പോയേക്കുവാ, കുറച്ച് കഴിഞ്ഞു വരും. അവനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല നീ വരുന്ന കാര്യം. എന്തായാലും തിരിച്ചു വരുമ്പോൾ അവനൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാനും നിൻ്റെ അച്ഛനും കൂടി പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, മഹിമോനെ നിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോ. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. ആ. അമ്മയോട് അതും പറഞ്ഞ് തിരിഞ്ഞതും അച്ഛനോട് എന്തൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്ന രാവണനെ കണ്ടതും പണ്ട് ഇതുപോലെ വന്ന് അച്ഛനോട് വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന രാവണനെയാണ് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ആ, എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അമ്മ പറഞ്ഞതനുസരിച്ച് രാവണനെ വിളിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്നതും പെട്ടെന്നാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതെ അതെ എന്ന് വിളിക്കാൻ പറ്റില്ല. വിളിച്ച രാവണൻ്റെ ചിരിച്ച മുഖം വേഗം തന്നെ മാറും. ദേവേട്ടാ. ചെറുതായി വിക്കി വിക്കിയാണ് രാവണനെ വിളിച്ചത്. രാവണൻ എൻ്റെ വിളിക്കേട്ട് ശരിക്കും ഞാൻ തന്നെയാണ് വിളിച്ചതെന്ന രീതിയിൽ എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. മഹി, നിന്നെ മോള് വിളിച്ചേ? അച്ഛൻ രാവണനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞതും ആ, എന്താ ഗൗരി? അത് റൂമിലോട്ട് പോകാം, യാത്ര ചെയ്തതല്ലേ, ക്ഷീണം കാണും, അതാ. എന്നാൽ നിങ്ങൾ റൂമിലോട്ട് ചെന്ന് ഫ്രഷായിട്ട് വാ. ലച്ചു എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ വരുന്നത് പ്രമാണിച്ച്. അച്ഛനെ നോക്കിയപ്പോൾ ഒരു പുഞ്ചിരി നൽകി എൻ്റെ കൂടെ രാവണൻ മുറിയിലേക്ക് കയറി. ഒരു ടവലും അച്ഛൻ്റെ ഒരു മുണ്ടും ഷർട്ടും കയ്യിൽ കൊടുത്തിട്ട് പോയി കുളിക്കാൻ പറഞ്ഞു. എന്നാൽ രാവണൻ അതൊന്നും ശ്രദ്ധിക്കാതെ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നീ എന്താ എന്നെ ദേവേട്ടാന്ന് വിളിച്ചേ? അത് പിന്നെ അതേ അതേന്ന് വിളിക്കരുതെന്ന് ഇന്നലെ പറഞ്ഞില്ലേ. അപ്പോൾ എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് വായിൽ നിന്ന് അങ്ങനെ വീണു പോയതാ. അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിനി വിളിക്കില്ല. തല താഴ്ത്തി എങ്ങനെയൊക്കെയോ രാവണനോട് പറഞ്ഞതും രാവണൻ എൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. ഇനി അങ്ങനെ വിളിച്ചാൽ മതിയെന്നൊരാജ്ഞയും നൽകി വെളിയിലെ ബാത്റൂമിലേക്ക് നടന്നു. ഈ രാവണൻ ശരിക്കും എന്നെ ഇഷ്ടമാണോ? ചില പ്രത്യേക നിമിഷങ്ങളിൽ എനിക്ക് ലഭിക്കുന്ന സ്നേഹമുദ്രയായിട്ടുള്ള ഓരോ ചുംബനങ്ങളും എന്നിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകുകയാണ്. ഇതാണോ പ്രണയം? രാവണൻ്റെ കണ്ണുകളിൽ പലപ്പോഴും ഞാൻ എന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ തോന്നലാക്കി മാറ്റാനാണ് ഞാൻ അപ്പോഴേക്ക് ശ്രമിച്ചിട്ടുള്ളത്. ദേവേട്ടൻ എന്ന് രാവണനെ വിളിക്കാനുള്ള കാരണം ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല. എന്തുകൊണ്ടായിരിക്കും എൻ്റെ നാവ് ആ പേരിൽ ഉടക്കിയത്? ഒരിക്കൽ പോലും അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നാൽ അറിയാതെ നാവിൻ തുമ്പിൽ നിന്ന് വെളിയിലേക്ക് വന്നുപോയി. ദേവേട്ടൻ അങ്ങനെ വിളിക്കാൻ മനസ്സിപ്പോഴും കൊതിക്കുകയാണ്. എന്തിനെന്നറിയാതെ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും തത്തിക്കളിച്ചു. കുറച്ചു കഴിഞ്ഞതും അപ്പൂസും വന്നു. എന്നെ കണ്ടതും ഞാനാണോ എന്ന് സംശയിച്ച അവൻ കൈകൊണ്ട് കണ്ണുകൾ തുടച്ചു വീണ്ടും തുറന്നെന്നെ നോക്കി. യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായതും അവൻ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. ചേച്ചി എന്നെ ഇനി വിട്ടു പോവില്ലല്ലോ? ചേച്ചി ഇല്ലാത്തോണ്ട് ഇപ്പോൾ ഒരു രസവും ഇല്ല. അപ്പൂസേ, അടങ്ങിയിരി. അവൾ 2 ദിവസത്തേക്ക് വന്നതാ. അത് കഴിഞ്ഞ് അവൾ പോകും. നീ അവളെ ശല്യപ്പെടുത്താതെ കൈ കഴുകി വന്നിരിക്കാൻ നോക്ക്. അമ്മ അവനെ നോക്കി കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞതും അവൻ ദയനീയമായി എന്നെ നോക്കി. അതിനെന്താ എൻ്റെ അപ്പൂസേ, ഇനി 2 ദിവസം കാണില്ലേ? അതുകൊണ്ട് നമുക്കിവിടെ മുഴുവനും അടിച്ചു പൊളിക്കാം. അത് പറഞ്ഞതും അവൻ്റെ മുഖത്ത് സന്തോഷം അലയടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് എന്നെയും കൊണ്ട് റൂമിലേക്ക് പോകാൻ പോയപ്പോഴാണ് രാവണൻ കുളി കഴിഞ്ഞു വന്നത്. രാവണനെ കണ്ടതും ചെക്കൻ എൻ്റെ പുറകിൽ പതുങ്ങി നിന്നു. അവന് രാവണനെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഞാൻ അവനോട് അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് രാവണൻ്റെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി ഫ്രഷാകാൻ പോയി. കുളി കഴിഞ്ഞു വന്നതും രാവണനും അപ്പൂസും കളിച്ചു ചിരിച്ചു നിൽക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവർ എങ്ങനെ സെറ്റായി? അപ്പോഴാണ് അപ്പൂസിൻ്റെ കയ്യിലിരിക്കുന്ന ബാറ്റും ബോളും കണ്ടത്. ഓഹോ, ഇത് വെച്ചാണ് രാവണൻ അപ്പൂസിനെ വീഴ്ത്തിയത്. അമ്മ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ അവരിൽ നിന്ന് ശ്രദ്ധ തിരിച്ചത്.
വിഭവസമൃദ്ധമായ ഊണ് കഴിഞ്ഞതും അച്ഛൻ എന്നോടും രാവണനോടും നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പറഞ്ഞു. എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് രാവണൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിറങ്ങി. രാവണനോട് ചോദിച്ചപ്പോൾ സമ്മതിക്കുകയും ചെയ്തു.